മാംഗല്യം. രചന അവതരണം മിത്രവിന്ദ. ജഗന്നാഥൻ നേരെ ചെന്നത് റിസപ്ഷനിലായിരുന്നു. പെട്ടെന്നൊരു പോലീസ് ഓഫീസറെ മുൻപിൽ കണ്ടതും റിസപ്ഷനിസ്റ്റായ പെൺകുട്ടിയെ എഴുന്നേറ്റ് ഭവ്യതയോടെ നിന്നു. ഈ സ്ഥാപനം ആരുടെ പേരിലുള്ളതാണ്? ഐ മീൻ, ആർക്കാണ് ഇതിന്റെ അധികാരം? ജഗൻ ഗൗരവത്തിൽ ആ പെൺകുട്ടിയോട് ചോദിച്ചു. ഡോക്ടർ മഹാദേവ വർമ്മ. അദ്ദേഹമാണ് ഇതിന്റെ നടത്തിപ്പ്. പിന്നെ അദ്ദേഹത്തിന്റെ മകളും മരുമകനും അസിസ്റ്റന്റ് ഡോക്ടേഴ്സായിട്ടുണ്ട് സർ. ഇപ്പോൾ നിലവിൽ ഇവിടെ ആരാണുള്ളത്? ഡോക്ടർ മഹാദേവനുണ്ട്. ഓക്കെ, എവിടെയാണ് അദ്ദേഹത്തിന്റെ ഒ പി? പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് ജഗനിയും കൂട്ടിക്കൊണ്ട് ഡോക്ടർ മഹാദേവന്റെ അരികിലേക്ക് പോയി. ഏകദേശം 70-നോടടുത്ത് പ്രായമുള്ള, അല്പം നരച്ചു തുടങ്ങിയ, കഷണ്ടി കയറിയ, ലേശം കുടവയറൊക്കെയുള്ള ഒരു മനുഷ്യനാണ് മഹാദേവൻ ഡോക്ടർ. നെറ്റിയിൽ നീളത്തിൽ ഒരു ഭസ്മക്കുറി വരച്ചിട്ടുണ്ട്. തൂവെള്ള നിറമുള്ള ജുബയും വെള്ളിക്കസവിന്റെ മുണ്ടും ഒക്കെ ഉടുത്ത് കയ്യിലൊരു കട്ടി ചെയിനും കൂടെ രുദ്രാക്ഷത്തിന്റെ മാലയും പോരാത്തതിന് മറ്റൊരു കയർപിരിയം മാലയും ഒക്കെ ഇട്ട് വളരെ ആഠ്യത്തോടെ ഇരിക്കുകയാണ് മഹാദേവൻ. ഒരു പോലീസ് ഓഫീസറെ മുൻപിൽ കണ്ടതും മഹാദേവൻ എണീറ്റു. അയാൾ ഓർത്തത് ട്രീറ്റ്മെന്റായി ബന്ധപ്പെട്ട് വന്ന ഏതെങ്കിലും പേഷ്യന്റ് ആയിരിക്കുമെന്നാണ്. ഇരിക്കൂ സർ. മഹാദേവൻ തന്റെ മുൻപിൽ കിടന്ന കസേരയിലേക്ക് വിരൽ ചൂണ്ടി. ഒന്ന് തലയിളക്കിക്കൊണ്ട് ജഗൻ അയാളുടെ മുൻപിലിരുന്നോ. എന്താണ് സാർ? എന്തു പറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്? സാറിന്റെ അസുഖം എന്തായിരുന്നു? തൽക്കാലം ഞാൻ അസുഖത്തിന് മരുന്ന് വാങ്ങാൻ വന്നൊന്നുമല്ല. പകരം നിങ്ങളുടെ മേൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിനായി വന്നതാണ്. ജഗൻ പറഞ്ഞതും മഹാദേവൻ ഞെട്ടിപ്പോയി. അന്വേഷണമോ? എന്തിനെക്കുറിച്ചുള്ള അന്വേഷണം? അതിന് എന്റെ പേരിൽ ആരാണ് പരാതി തന്നത്? പെട്ടെന്ന് മഹാദേവന്റെ നെറ്റി ചൊളിഞ്ഞു. കൂടുതലൊന്നും പറയാതെ ജഗൻ തന്റെ കയ്യിലിരുന്ന കുറിപ്പടി എടുത്തിട്ട് അയാളുടെ നേർക്ക് നീട്ടി. ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനമല്ലേ? ജഗൻ ചോദിച്ചതും അയാൾ പരിങ്ങി. അത് കണ്ടപ്പോൾ തന്നെ ജഗന് കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടി. ഈ വക സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. തന്റെ മുൻപിൽ ഭയത്തോടെ ഇരിക്കുന്ന മഹാദേവനെ നോക്കി ജഗൻ ചോദിച്ചു. സർ, അത് പിന്നെ ഇത്. അയാൾ വാക്കുകൾക്കായി പരതി. എന്നോട് കള്ളത്തരമൊന്നും പറയണ്ട. തെളിവുകൾ ലഭിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങൾ എന്തിനാണ് ഇമാതിരി പരിപാടി കാണിച്ചത്? ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ? എനിക്കറിഞ്ഞേ പറ്റൂ. മഹാദേവന് യാതൊരു ഒഴിവുകഴിവും പറയാൻ പറ്റിയില്ല. കാരണം കുറിപ്പടിയിൽ വൈദ്യർ മഠത്തിന്റെ പേരും ഫോൺ നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, മരുന്നിന്റെ കവറിലും ഇതൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ വല്ലാത്തൊരു കുരുക്കിലായിരുന്നു വന്ന് പെട്ടത്. ഡോക്ടർ, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ പൊടി കൊടുത്തു വിട്ടത്? ആരാണ് നിങ്ങളെ ഇതിനുവേണ്ടി സമീപിച്ചത്? എന്തായാലും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ നിങ്ങളിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. എന്തെങ്കിലും കളവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ ഈ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കും. ഒപ്പം നിങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്യും. വാർദ്ധക്യ കാലത്ത് ജയിലിൽ കഴിയാൻ വിധിയുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ അല്ലേ? ജഗൻ ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞതും മഹാദേവൻ അവന്റെ മുൻപിലിരുന്ന് കൈകൂപ്പി. ഇതൊക്കെ ഡോക്ടറുടെ മകളും മരുമകനും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നോ? അതോ? സർ, ദേവി ഇത് സർ പ്രശ്നം ഉണ്ടാക്കരുത്. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. പ്ലീസ് സർ. മഹാദേവൻ ഇത് പറയുമ്പോൾ അയാളുടെ വാക്കുകൾ ഇടറി. സർ, ഈ വക ഒരു പ്രോഡക്റ്റും ഞങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല. സാറിന് വേണമെങ്കിൽ അന്വേഷിക്കാം. അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സാർ ഞങ്ങളുടെ ഈ സ്ഥാപനം പൂട്ടിച്ചോളൂ. എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ ഇത് ആർക്കാണ് കൊടുത്തത്? എന്ത് പർപ്പസിനു വേണ്ടിയായിരുന്നു അത്? ജഗൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. സർ, എന്റെ പരിചയത്തിലുള്ള ഒരു സ്ത്രീ വന്നിട്ട് എന്നോട് ഇങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടുമോ എന്ന് ചോദിച്ചു. അവർക്ക് അവരുടെ മകളെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ പ്രകാരം എന്തോ ഡ്രാമയുണ്ടാക്കി ആ പയ്യനെയും വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയും തമ്മിൽ തെറ്റിക്കാനും ശേഷം ഇവരുടെ മകളെ കൊണ്ട് അവനുമായിട്ടുള്ള കെട്ട് നടത്തിക്കാനുമായിരുന്നു അവരുടെ പ്ലാന്. ഈ പൊടി ഒരു നുള്ളു ചേർത്ത് ജ്യൂസിൽ കലക്കി കൊടുത്താൽ 4-5 മണിക്കൂർ നേരത്തേക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെടും. അതിനുശേഷം സാധാരണഗതിയാകും. പാർശ്വഫലങ്ങൾ യാതൊന്നുമില്ല. കുറച്ചു നേരത്തേക്കുണ്ടാകുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നോട് വന്നിട്ട് അവർ കാല് പിടിച്ചു പറഞ്ഞു. അവരുടെ ബന്ധത്തിൽപ്പെട്ട പയ്യൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു ഫ്രോഡാണെന്നും
അവളിൽ നിന്ന് ആ പയ്യനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നും അവർ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളങ്ങ് പൊടിയെടുത്ത് കൊടുത്തു വിട്ടല്ലേ? നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് എത്ര പേരുടെ ജീവിതമാണ് നശിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ജഗൻ അയാളെ നോക്കി ചോദിച്ചു. സർ, ഞാൻ പറഞ്ഞില്ലേ, ആ സ്ത്രീക്ക് ആ പയ്യനെ രക്ഷിക്കാൻ വേണ്ടി. മതി, നിർത്ത്. ജഗൻ കൈയെടുത്ത് വിലക്കി. ഇങ്ങനെ പലരും രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി തന്റെ അടുത്തേക്ക് വരുമ്പോൾ താൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്തു കൊടുക്കുന്നത്? ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല സർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. മഹാദേവൻ എഴുന്നേറ്റതും ജഗൻ അയാളെ അടിമുടിയെന്ന് നോക്കി. നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കൂടി ഒരു സ്ഥലം വരെ വരണം. എവിടെയാണ് സർ? സാർ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാം. എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മാത്രമേ താൻ എൻ്റെ കൂടെ വരുവുള്ളോ? അല്ല സർ, ഞാൻ വന്നോളാം, മഹാദേവൻ വിനയത്തോടെ പറഞ്ഞു. കാര്യം പറഞ്ഞാൽ തന്റെ മുത്തച്ഛന്റെ പ്രായമുള്ള ആളാണ്. എന്നാലും ഇയാൾ ചെയ്ത പ്രവൃത്തി അത് എത്രത്തോളം കുഴപ്പം പറ്റിയതാണെന്ന് ഇയാൾ നേരിട്ടറിയണം. ജഗൻ മഹാദേവനെയും കൂട്ടി കോവിലകത്തേക്ക് തിരിച്ചു. ഈ സമയത്ത് ജഗൻ അറിയിച്ചത് പ്രകാരം സുഗന്ധിയും ഹിമയും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്നും അപ്പച്ചി ഹിമയും കൂട്ടി വരണമെന്നും ജഗൻ കാലത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ എന്തിനെന്നറിയാതെ അമ്മയുടെയും മകളുടെയും മനം തുടിച്ചു. മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? അപ്പച്ചിക്ക് കോവിലകത്തേക്ക് വരുന്നതിന് എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? അതല്ല മോനെ, നീ ഇത്ര പെട്ടെന്ന് വിളിച്ചതുകൊണ്ട്. കോവിലകത്ത് പൂജ നടന്ന വിവരം അപ്പച്ചി ആരും അറിയിച്ചില്ലേ? അറിയിച്ചിരുന്നു മോനെ, വരാൻ കുറച്ച് അസൗകര്യമായതുകൊണ്ടാണ്. സുഗന്ധി മറുപടി പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഹിമ അടക്കി ചിരിച്ചു. ജാൻവിയുടെ ദീർഘായുസിനു വേണ്ടി നടത്തുന്ന ഹോമത്തിൽ പങ്കെടുക്കാൻ പോകാൻ മനസ്സിലെന്ന് പറഞ്ഞ് സുഗന്ധി തലേ ദിവസം കാലത്തെ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചിരുന്നു. അതോർത്തിട്ടാണ് ഹിമ ചിരിച്ചത്. സുഗന്ധിക്കും അത് മനസ്സിലായി. അവർ മകളെ കണ്ണുരുട്ടി കാണിച്ചു. 11 മണി ആകുമ്പോഴേക്കും അപ്പച്ചിയും ഹിമയും എത്തണമെന്ന് പറഞ്ഞിട്ട് ജഗൻ കോൾ കട്ട് ചെയ്തിരുന്നു. ഈ സമയത്ത് ജാൻവിയാണെങ്കിൽ ജവൻ എവിടെ പോയി എന്നറിയാതെ വിഷമിക്കുകയായിരുന്നു. കാലത്തെണീറ്റപ്പോൾ മുതൽ അവനെ കാണാതെ വന്നപ്പോൾ പെണ്ണിന്റെ ഉള്ളില് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു നോവ് പടർന്നു. പാർവതി ആന്റിയോടും ഗായത്രി ചെറിയമ്മയോടുമൊക്കെ അവൾ ജഗൻ എവിടെ പോയി എന്ന് തിരക്കിയിരുന്നു. സ്റ്റേഷനിലെ ആവശ്യത്തിനു വേണ്ടി പോയതാണെന്നും യൂണിഫോമിലാണ് പോയതെന്നും മാത്രമാണ് അവരൊക്കെ പറഞ്ഞത്. അങ്ങനെ കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ജാൻവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം അവളുടെ പ്രോജക്റ്റ് ചെയ്യുവാൻ വേണ്ടി മിഥുവിന്റെ അടുത്തേക്ക് പോയി. മിഥു ആ സമയത്ത് അബിയെ ഫോൺ വിളിക്കുമായിരുന്നു. പിന്നീട് അധിക നേരം അവിടെ നിൽക്കാണ്ട് ജാൻവി തന്റെ മുറിയിലേക്ക് തിരിച്ചു പോന്നു. ജനാലയുടെ അരികിലായി ചെന്ന് നിന്നുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് ജഗന്റെ വൈറ്റ് കളർ ഇനോവ ക്രിസ്റ്റ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി വന്നത്. ഒപ്പം അവന്റെ പിന്നാലെ മറ്റൊരു കാറും കൂടി വന്നു നിന്നു. സുഗന്ധിയും മകളും ഇറങ്ങി വരുന്നത് കണ്ടത് ജാൻവിയുടെ മുഖം ഇരുണ്ടു. അവൾ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറി വന്നിട്ട് ബെഡിലിരുന്നു. താഴെ ഹോളിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരവും ചിരിയും ഒക്കെ കേൾക്കാം. സുഗന്ധിയും മകളുമാണ്. തനിക്കാണെങ്കിൽ സുഗന്ധിയെ സംശയമുള്ളതുകൊണ്ട് അവളെ കാണുന്നത് പോലും നല്ല ദേഷ്യമാണ്. ജഗനോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും അവൻ മൈൻഡ് ചെയ്തില്ല. വലിയ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് അന്വേഷിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അതാണ് ഏറെ സങ്കടം. വിരലുകൾ കൂട്ടിയും പിണച്ചും തന്റെ മാനസിക സംഘർഷം കുറയ്ക്കുവാൻ അവൾ ശ്രമിച്ചു. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ജാൻവി വാതിൽക്കലേക്ക് മെഴുന്നട്ടു. ജഗൻ കയറി വരുന്നതാണ് അവൾ കണ്ടത്. ജാൻവി പതിയെ എഴുന്നേറ്റ് കട്ടിലിന്റെ ക്രാസിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ അരികിലേക്ക് വന്നതും ജാൻവിയുടെ മുഖം താന്നു. തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് ജഗൻ അവിടെ താടി പിടിച്ച് മേൽപോട്ടുയർത്തി. ഇറങ്ങി വാടി, ജഗൻ ഗൗരവത്തിൽ പറഞ്ഞതും അവൾ തെല്ല് പകപ്പോടെ ആ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്തെ ഗൗരവം കണ്ടത് പെണ്ണിന് ഭയം തോന്നി. എന്തു പറ്റി ജഗൻ? എന്തേലും പ്രശ്നമുണ്ടോ? മടിയോടെയാണ് അവൾ ചോദിച്ചത്. പ്രശ്നമുണ്ട്, നീ ഒന്ന് താഴേക്ക് വന്നേ. അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടു. എവിടേക്കാണ് പോകുന്നത്? എന്താ ജഗൻ, എന്താ പറ്റിയത്? പ്ലീസ് ഒന്ന് പറയൂ. ആവുന്നത്ര ചോദിച്ചെങ്കിലും ജഗൻ അവളോട് മറുപടി ഒന്നും കൊടുത്തില്ല. സുഗന്ധിയും മകളും സേതുനാഥനോടും പത്മജിയോടും സംസാരിച്ചു നിൽക്കുകയാണ്. അല്ലേലും ജാതകദോഷമുള്ള പെണ്ണിനെ കോവിലകത്തേക്ക്
കയറ്റാതിരിക്കുന്നതാണ് നല്ലത്. എന്തിനാ വെറുതെ വയ്യാവിലെടുത്ത് തലയിൽ വെക്കുന്നത്? നിങ്ങൾക്കാർക്കും യാതൊരു ബോധവുമില്ലേ? സുഗന്ധി ചോദിക്കുന്നത് ജഗനും ജാൻവിയും ഒരുപോലെ കേട്ടു. എത്രമാത്രം രൂപം മുടക്കിയാണ് ഈ പൂജയൊക്കെ നടത്തിയത്? ഇതൊക്കെ ബലം കിട്ടുമെന്ന് എന്താ ഉറപ്പ്? ഒക്കെ തട്ടിപ്പാ. ഇപ്പോഴും ഇതിന്റെ പിന്നാലെ നടക്കുന്ന അച്ഛനെ അമ്മയാണ് സമ്മതിക്കേണ്ടത്. സുഗന്ധി സേതുനാഥനെ നോക്കി പറഞ്ഞു. അച്ഛ, അച്ഛൻ വീട്ടിൽ വന്നപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീടിന്റെ പോക്കറ്റ് റോഡ് കടിഞ്ഞ ശേഷം ഒരു 2 നില മാളികയുണ്ട്. അവിടുത്തെ പെങ്കൊച്ചിനും ഇതുപോലെ ദോഷമായിരുന്നു. വിവാഹം കഴിച്ച് ചെന്നപ്പോ മുതൽ ചെറുക്കന്റെ വീട്ടിൽ ഓരോരോ അനർത്ഥങ്ങൾ. വീണ്ടും പോയി അന്വേഷിച്ചു പെറുക്കിയപ്പോഴാണ് ജാതകദോഷത്തിനെ പറ്റി അറിയുന്നത്. ആകെ ബഹളമായി. പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു പറ്റിച്ചു എന്ന് പറഞ്ഞ് ചെക്കൻ അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ പെണ്ണ് പോയതോടെ ആ കുടുംബം രക്ഷപ്പെട്ടു. ഇപ്പതേ അവര് സുഖമായിട്ട് കഴിയുന്നു. ആ ചെറുക്കൻ 2ാമത് കല്യാണം കഴിച്ചു. അവന്റെ ഭാര്യയ്ക്ക് വിശേഷവുമുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഇതിപ്പോ കുട്ടികൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണെങ്കിൽ അവളെ പറഞ്ഞു വിടാൻ നോക്ക്. ജഗൻ നാട് ഭരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. അവന് ചേർന്ന പെൺകുട്ടിയെ പുഷ്പം പോലെ കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ദേ ഈ നിൽക്കുന്ന ഹിമയെ ഇങ്ങോട്ട് തരാനും എനിക്ക് യാതൊരു മടിയുമില്ല. അവസാനത്തെ അമ്പും എയ്ത ശേഷം സുഗന്ധി പ്രൗഢിയോടെ നിൽക്കുകയാണ്. എന്റെ ഭാര്യയ്ക്ക് യാതൊരു ജാതകദോഷവുമില്ല. ഏതൊക്കെ തിരുമേനിമാർ പ്രശ്നം വെച്ച് പറഞ്ഞാലും ശരി, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. പിന്നെ കുടുംബത്തിലെ കാരണവന്മാരെ ധിക്കരിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനി എന്തിന്റെ പേരിലായാലും ശരി, ഈ നിൽക്കുന്ന എന്റെ ഭാര്യ ജാൻവിയെ ഞാൻ എവിടേക്കും പറഞ്ഞയക്കത്തില്ല. ജാൻവിയുടെ വീട്ടുകാർ പറഞ്ഞു പറ്റിച്ചുവെന്ന് ഞാൻ ആരോടും പരാതിയുമായി വരില്ല. ജഗന്നാഥന്റെ കണ്ണടയും വരെയും ഈ ജീവിതത്തിൽ ഒരേയൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ. അതീ നിൽക്കുന്ന ജാൻവിയാണ്. അതിനൊരു മാറ്റം വരണമെങ്കിൽ ജഗൻ ഈ ഭൂമിയിൽ നിന്ന് പോകണം. ഒരു 1.5 മാസ് ഡയലോഗ് അടിച്ചുകൊണ്ട് ജഗൻ ജാൻവിയും ചേർത്ത് പിടിച്ച് ഹോളിലേക്ക് വന്നു. തുടരും. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഒരു പാർട്ട് കൂടി തന്നതാണ്. താങ്ക് യു.